വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് മാഡ്രിഡ് ഡെർബിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുന്നേ പറയാനുള്ളത്, നമ്മൾ 4-5 ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. കാരണം എന്താ പറയുക, എക്സാം ഉണ്ടായിരുന്നു, ഇൻറ്റേർണൽ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും തൊണ്ടവേദന, ജലദോഷം, തുമ്മൽ എല്ലാം വരിയായിട്ട് വന്നു. ഇപ്പോഴാണൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കിട്ടുന്നത്. അതുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മാഡ്രിഡ് ഡെർബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫിക്സ്ചറാണ്. കാരണം രണ്ട് ടീമും ടൈറ്റിൽ റേസിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വിജയം എന്ന് പറയുന്നത് ആ ഒരു പോയിൻ്റ് ഗ്യാപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീമിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ട് ടീമും ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. ഇത് പുറത്തുള്ള ഫാൻസ് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ബാഴ്സ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഞാനടക്കമുള്ള ബാഴ്സ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളും ഉറ്റുനോക്കുന്നൊരു ഫിക്സ്ചറാണ്. കാരണം ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഡ്രോയിൽ അവസാനിക്കണം. റയൽ ജയിച്ചാലും സീനാണ്, അത്ലറ്റിക്കോ ജയിച്ചാലും സീനാണ്. അപ്പോൾ ഒരു ഡ്രോയിൽ അവസാനിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ബാഴ്സ ഫാൻസ് ഇതെല്ലാം കാണുന്നത്. അപ്പം റയലിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ സെൻറ്റർ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് റൗൾ അസെൻസിയോയും അതുപോലെ തന്നെ ചൗമേനിയാണ്. പിന്നെ റൈറ്റ് ബാക്കായിട്ട് വാസ്കോസ് ഉണ്ട്, ലെഫ്റ്റ് ബാക്കായിട്ട് ഫ്രാൻ ഗാർഷ്യ ഉണ്ട്, മെൻഡി പുറത്താണ്. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് സെബയോസ് ഉണ്ട്, വാൽവേർഡെ ഉണ്ട്, അതേപോലെ തന്നെ ബെല്ലിംഗ്ഹാം ഉണ്ട്. ഫ്രണ്ട് ത്രീയിൽ റോഡ്രിഗോ ഉണ്ട്, വിനീഷ്യസ് ഉണ്ട്, എംബാപ്പെ ഉണ്ട്. അപ്പം ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയലിൻ്റെ ഡിഫൻസീവ് ലൈനാണ് പ്രശ്നം. വാസു ഡിഫൻസീവിൽ ഭയങ്കര വീക്കാണെന്ന് നമുക്കറിയാം. ഫ്രാൻ ഗാർഷ്യ ബെറ്ററാണ്, കുഴപ്പമില്ല. പക്ഷേ സെൻറ്റർ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ചൊമേനി സെറ്റ് ആവുന്നില്ല പലപ്പോഴും. ചൊമേനി അറിയാം, ആളൊരു DM ആണ് നാച്ചുറലി, ആൾ നല്ല ഡിഫൻസീവ് കേപ്പബിലിറ്റീസ് ഉള്ള പ്ലെയറാണ്. പക്ഷേ ഒരിക്കലും DM നിന്നിട്ട് ആ ഒരു ഡിഫൻസീവ് കേപ്പബിലിറ്റീസ് പ്രദർശിപ്പിക്കുന്നതും അതേ കളി CBയിൽ വരുമ്പോൾ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റാണ്. കാരണം ആംഗിൾ ഇപ്പോൾ DM വെക്കുമ്പോൾ ആൾക്കൊരു 360 ഡിഗ്രി ആംഗിൾ കിട്ടുന്നുണ്ടല്ലോ, പാസ് ചെയ്യാനാണെങ്കിലും സ്കാൻ ചെയ്യാനാണെങ്കിലും. പക്ഷേ CBക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് അത് 180 ആയിട്ട് കുറയുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പം അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ഈസി അല്ല ആ CB പൊസിഷനിൽ വന്നിട്ട് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുക ഒരു മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്നത്തെ ഒരു മാച്ചിൽ ഇപ്പോൾ അസെൻസിയോ ആണെങ്കിലും കമവിംഗെ ആണെങ്കിലും വാസ്കോസ് ആണെങ്കിലും ഫ്രാൻ ഗാർഷ്യ ആണെങ്കിലും ഇനിയിപ്പോൾ കോർട്ടു ആണെങ്കിലും ഇവരെല്ലാം നന്നായിട്ട് കളിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ മാച്ച് സമനിലയിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണക്കാർ ഇവരൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡാണ്. കാരണം അവരുടെ സ്ക്വാഡിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അവിടെ ഡീപോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അൽവാരസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഗ്രീസ്മാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ലീനോ ഉണ്ട് സബ്ബെന്ന് വരാൻ വേണ്ടിയിട്ട്, അവിടെ സോർലോത്ത് ഉണ്ട്, കുറേ ഉണ്ട്, ഇങ്ങനെ സകലമാന മനുഷ്യന്മാരുണ്ട്. മറ്റേ സിമിയോണിൻ്റെ മകനുണ്ട്, പാരിയോസ് ഉണ്ട്, എല്ലാവരും സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരെ അത്യാവശ്യം നല്ല രീതിക്ക് സെക്കൻഡ് ഹാഫിൽ റയലിൻ്റെ ഡിഫൻസ് തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്. ട്രാൻസിഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് സെബയോസിനെ കുറിച്ച് എടുത്ത് പറയണം. സെബയോസൊക്കെ ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ട്. സോ റയൽ ഒരുവിധം അത്ലറ്റിക്കോനെ തടഞ്ഞു നിർത്തിയിരുന്നുള്ളത് ഒരു വലിയ പോസിറ്റീവ് കാര്യമാണ്. റയലിൻ്റെ ആ ഒരു ഡിഫൻസീവ് സൈഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് അതൊരു ബിഗ് പോസിറ്റീവ് തന്നെയാണ്. കാരണം നിലവിൽ യൂറോപ്പിൽ ട്രാൻസിഷൻ പ്ലേയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന് പറയുന്നത്. കാരണം അവരുടെ അറ്റാക്ക് അത്രയും സ്ട്രോങ് ആണ്. ഇപ്പോൾ അൽവാരസും ലിനോയും അതുപോലെ തന്നെ ഈ പഹയന്മാരൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ സോർലോത്ത്, അപ്പോൾ ഇവർ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് റിയലി ഡിഫിക്കൾട്ട്. പക്ഷേ ഇന്ന് ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടൊരു ത്രെറ്റും അത്ലറ്റിക്കോക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല. ഇനി ത്രെറ്റ് വരുന്ന സമയത്ത് റയലിൻ്റെ ഡിഫൻസ് അത് വെൽ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് റയൽ ഭയങ്കര മോശമായിരുന്നു. അതേസമയം അത്ലറ്റിക്കോ ആ ഒരു കൈൻഡ് ഓഫ് ഇൻറ്റൻസിറ്റിയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അത്ലറ്റിക്കോ ഒരിക്കലും ആ ഇൻറ്റൻസിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്ലറ്റിക്കോ ഫസ്റ്റ് ഹാഫിൽ ഇൻറ്റൻസിറ്റി കാണിക്കാത്തത് കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഹാഫിൽ അവർ കത്തിക്കയറുമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിലുണ്ടായ മെയിൻ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ഒരു പെനാൽറ്റിയിലൂടെയാണ് അത്ലറ്റിക്കോ സ്കോർ ചെയ്യുന്നത്. 1-0 എന്നുള്ള ലീഡ് അവരെടുക്കുന്നത്. ആ പെനാൽറ്റി കൺസിഡർ ചെയ്യുന്നത് ചൊമേനിയാണ്. അപ്പോൾ അത് പെനാൽറ്റി ആണോ അല്ലേ എന്നുള്ള ചോദ്യം കാര്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം ബോൾ പ്ലേയിൽ നിന്ന് പോയ ശേഷമാണ്, അതായത് ബോൾ ആ പ്ലെയറിൻ്റെ ഏരിയ വിട്ടു പോയ ശേഷമാണ്, അപ്പുറത്തേക്ക് എത്തിയ ശേഷമാണ് ചൊമേനിൻ്റെ ആ ഒരു ചവിട്ട് വരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ മുമ്പ് പലപ്പോഴും ഈ സെയിം റഫറി തന്നെ പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്, കൊടുക്കാതിരുന്നിട്ടുണ്ട്. സോ അത് ഒരു കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഡിസിഷനായിട്ട് അവിടെ നിൽക്കുകയാണ്. എനിവേ അത് പെനാൽറ്റി അവാർഡ് ചെയ്തു VAR നോക്കിയ ശേഷം. അത് വൃത്തിക്ക് തന്നെ
ഹൂലിയൻ അൽവാരസ് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. ജൂലിയൻ അൽവാരസ് സൂപ്പറായി കൺവേർട്ട് ചെയ്തു. ആൾ കോർട്ടുവക്കെതിരെ ഒരു പനയങ്ക കിക്കാണ് അടിക്കുന്നത്. അതടിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. എനിവേ അതൊരു വെൽ ടേക്കൺ പെനാൽറ്റി ആയിരുന്നു. ആളുടെ ഗട്ട്സ് എല്ലാം സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. ആഭരണാപൂർ പോയിട്ട് ആ ഒരു പനയങ്ക അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അത് ആൾ നന്നായിട്ട് ചെയ്തു. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിലേക്ക് പിന്നെ എടുത്തു പറയേണ്ടത് സെബിയോസിൻ്റെ ഒരു ഫൗൾ ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. സെബിയോസ് എനിക്കൊന്ന് ബാരിയോസിനാണോ എന്നൊരു സംശയം, ചവിട്ടുന്നുണ്ട്. അതൊരു റെഡ് കാർഡാണോ അല്ലേ എന്നുള്ള ഡിസ്കഷൻസ് അപ്പുറത്തെ സൈഡിൽ നടക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് റയൽ ആ ഒരു ഇൻറ്റൻസിറ്റി കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം റോഡ്രിഗോ ആണെങ്കിലും എംബാപ്പയ്ക്കാണെങ്കിലും ആ ഒരു കുറേ കൂടി അറ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഫ്രണ്ട് ത്രീ കുറച്ചുകൂടെ നന്നായിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് റയലിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഈ ഫൈനൽ തേർഡ് ഒട്ടും പ്രസ് ചെയ്യില്ല. വിനി ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും എംബാപ്പ ആണെങ്കിലും ഇവരുടെ പ്രസ്സിങ് ഭയങ്കര മോശമാണ് ശരിക്കും. അത് നിങ്ങൾ ഫസ്റ്റ് ഹാഫൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവരെപ്പോൾ പ്രസ് ചെയ്യുന്നു അപ്പോഴാണ് കുറച്ചെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡിനൊന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ റയലിന് പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് റോഡ്രിഗോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. റോഡ്രിഗോ ബോളെടുത്ത് അടിപൊളിയായിട്ട് ബോക്സിലോട്ട് കയറിയിട്ടാണ് ആ ഫസ്റ്റ് ഗോളിനുള്ള വഴി ഒരുങ്ങുന്നത്. റോഡ്രിഗോ ക്രോസ് കൊടുക്കുന്നു, അത് ബെല്ലിംഗ്ഹാം ഷോട്ട് എടുക്കുന്നു, അത് റിട്ടേൺ വന്നിട്ട് നേരെ കിട്ടുന്നത് ആർക്കാണ്? എംബാപ്പയ്ക്കാണ്. എംബാപ്പ അത് സ്കോർ ചെയ്യുന്നു. എംബാപ്പ എനിക്ക് തോന്നുന്നു ലാലിഗയിൽ ഇതുവരെ ഇപ്പോൾ 16 ഗോളുകൾ അടിച്ചു കഴിഞ്ഞു. സോ എംബാപ്പെ ഓൺ ഫോമിലാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഒരു റയൽ മാഡ്രിഡിനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ചാൻസുകൾ കിട്ടുന്നുണ്ട്. ബെല്ലിംഗ്ഹാമിന് 2 ഹെഡർ കിട്ടുന്നുണ്ട്, പക്ഷേ 2ഉം ബാറിലിടിച്ച് പോവുക ചെയ്തത്. എനിക്കത് 3 ചാൻസ് എങ്ങാനും കിട്ടുന്നുണ്ട്, പക്ഷേ അതൊന്നും ഗോളാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. വിനീഷ്യസിന് ഗോൾ നേടാൻ കഴിയുന്നില്ല. വിനിക്ക് ഒരു ഗോളിലേക്കുള്ള വഴി തുറക്കാൻ കഴിയുന്നില്ല. വിനി കുറച്ച് ഡ്രിബിളുകളൊക്കെ നടത്തിയെങ്കിൽ പോലും, കുറച്ച് തവണ ത്രെറ്റ് കൊണ്ടുവന്നെങ്കിൽ പോലും ആക്റ്റീവായിട്ട് അവിടെ ഒരു ത്രെറ്റായിട്ട് നിൽക്കാൻ പലപ്പോഴും വിനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. സോ വിനി ഷുഡ് സ്റ്റെപ്പ് അപ്പ്. റയലിൽ വിനി സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. ഈ ഒരു മാച്ചിൽ ഐ തിങ്ക് വിനിക്ക് ഇതിലും ബെറ്ററായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. എനിവേ ഇത് വിനീൻ്റെ ദിവസം ആയിരുന്നില്ല. എംബാപ്പെ ഒരു ഗോൾ അടിച്ചെങ്കിൽ പോലും ഒരു വിന്നർ എംബാപ്പേൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വന്നില്ല. പിന്നെ റോഡ്രിഗോ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ത്രീയിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ ബെറ്ററായിട്ട് കളിച്ചത് റോഡ്രിഗോ ആണ്. റോഡ്രിഗോ അടിപൊളിയായിട്ടുണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റയലിൻ്റെ മിഡ്ഫീൽഡിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സെബയോസ് ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. സെബയോസ് ആയിരുന്നു പേഴ്സണലി എൻ്റെ ഒരു മാൻ ഓഫ് ദ മാച്ച് ഇന്നലെ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സെബയോസ് ആണ്. കാരണം അത്രയും നല്ല പെർഫോമൻസ് ആണ്. ഒഫൻസീവ്ലി ആണെങ്കിലും ആൾ അറ്റാക്കിംഗ് സൈഡിലേക്ക് വന്ന് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡിഫെൻസീവിലെ ടീമിനെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല കൺട്രോൾ കൊടുക്കുന്നുണ്ട് മിഡ്ഫീൽഡിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു മാച്ചിൽ ആളുടെ പാസിംഗ് ആക്യുറസി എന്ന് പറയുന്നത് 99%. അപ്പോൾ ആൾ കൃത്യമായിട്ട് പാസ് കൊടുത്ത് പൊസിഷൻ ഡോമിനേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള കൺട്രോൾ എപ്പോഴും മിഡ്ഫീൽഡിൽ റയലിന് എടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സോ സെബിയോസ് ആയിരുന്നു പേഴ്സണലി എൻ്റെ ഒരു മാൻ ഓഫ് ദ മാച്ച്. പിന്നെ അത്ലറ്റിക്കോൻ്റെ സൈഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്ലറ്റിക്കോ ആ ഇൻറ്റൻസിറ്റി കാണിച്ചില്ല. അതാണ് അത്ലറ്റിക്കോൻ്റെ സൈഡിൽ നിന്ന് പേഴ്സണലി എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞത്. അത്ലറ്റിക്കോ ഇൻറ്റൻസിറ്റി കാണിക്കാൻ ശ്രമിച്ച സമയത്തൊക്കെ ഇപ്പോൾ ഫ്രാൻ ഗാർഷ്യ ആണെങ്കിലും വാസ്കുസ് ആണെങ്കിലും അങ്ങനെ ടോട്ടലി റയലിൻ്റെ ഡിഫൻസ് അസെൻസിയോ ആണെങ്കിലും ചൗമനി ആണെങ്കിലും സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കണം. അടിപൊളിയായിട്ട് റയലിൻ്റെ ഡിഫൻസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരെയും ഇപ്പോൾ റയൽ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നത് റയലിൻ്റെ ഡിഫൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതായിരുന്നു. പക്ഷെ അവർ നന്നായിട്ട് ചെയ്തു. എല്ലാ മാച്ചിലും ഈ ഒരു ഡിഫൻസ് വെച്ച് ഇങ്ങനെ നന്നായിട്ട് കളിക്കാൻ പറ്റണമെന്നില്ല, പറ്റുന്നും പറയുന്നില്ല. പക്ഷേ അവർ അത്ലറ്റിക്കോക്കെതിരെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചിൽ റയൽ ഫേവറേറ്റ്സ് അല്ലാതെ വന്നൊരു മാച്ചിൽ അവർ നന്നായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു, വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, അപ്പം അതാണ് അത്ലറ്റിക്കോ ശരിക്കും നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് പറയാം. അവരുടെ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ട്രാൻസിഷൻ ത്രെറ്റൊന്നും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സിമിയോണിക്കും സംഘത്തിനും നിരാശ മാത്രമുള്ള ഒരു ദിവസമാണത്. അപ്പോൾ മാച്ച് ഡ്രോയിൽ അവസാനിക്കുന്നതോടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23 കളിയിൽ നിന്ന് 50 പോയിൻ്റാണ് നിലവിൽ റയലിനുള്ളത്. 23 കളിയിൽ നിന്ന് 49 പോയിൻ്റാണ് അത്ലറ്റിക്കോക്കുള്ളത്. 22 കളിയിൽ നിന്ന് 45 പോയിൻ്റാണ് ബാഴ്സലോണക്കുള്ളത്. അപ്പോൾ ബാർസ അടുത്ത മാച്ച് ജയിക്കുകയാണെങ്കിൽ 23 കളിയിൽ നിന്ന് 48 പോയിൻ്റ് എന്ന ലെവലിലേക്ക് എത്തും.
ജയിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പല സിറ്റുവേഷനിലും നമ്മൾ അസലായിട്ട് കൊണ്ടുപോയി ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. സീസണിൻ്റെ തുടക്കത്തിൽ നമുക്ക് 8 പോയിൻ്റ് 9 പോയിൻ്റൊക്കെ ലീഡ് ഉണ്ടായിരുന്നതാണ്. സർവ്വ ലീഡ് നമ്മൾ ബോട്ടിൽ ചെയ്ത് കളഞ്ഞതാണ്. ലീഗിൽ അത്ര നല്ല ഫോം ഒന്നുമല്ല നമ്മളത്. അങ്ങനത്തെ ഫാക്റ്റൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ റയൽ 50, അത്ലറ്റിക്കോ 49, ബാഴ്സലോണ 48 എന്നുള്ള ലെവലിലേക്ക് എത്തും. ആൻഡ് അവിടെ ഒരു 3 ഹോഴ്സ് ടൈറ്റിൽ റേസ് ഓണാവും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതെന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ അത്ലറ്റിക്കോൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ട പ്ലെയർ ഒബ്ലാക്കാണ്. ഒബ്ലാക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒബ്ലാക്കിൻ്റെ സേവ്സൊക്കെ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. സോ അത്ലറ്റിക്കോൻ്റെ സൈഡിൽ നിന്നൊരു മാൻ ഓഫ് ദ മാച്ചിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് ഒബ്ലാക്കിനാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, 80-ാം മിനിറ്റിലാണ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കാർലോ നടത്തുന്നത്. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻസ് കുറച്ച് നേരത്തെ ആവായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് മാച്ചിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ഡിഫറൻസ് മേ ബി കൊണ്ടുവരാൻ കഴിഞ്ഞേനെ. അതും കമ്പാരിറ്റീവ്ലി ലെസ് ഇൻറ്റൻസിറ്റിയിൽ കളിച്ച്, അല്ലെങ്കിൽ ഒരു വീക്ക് മെൻറ്റാലിറ്റിയിൽ കളിച്ച അത്ലറ്റിക്കോമായിട്ടെതിരെ അവർക്കൊരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ പറ്റിയേനെ. 80-ാം മിനിറ്റിലാണ് കമവിംഗ് വരുന്നത്, അതിനുശേഷമാണ് ബ്രാഹിം ഡിയാസ് വരുന്നത്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബ്രാഹിമിനെ നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ അവർക്ക് മേ ബി കുറച്ചുകൂടെ ഒഫൻസീവ് ത്രെറ്റ് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. പക്ഷേ വന്നതിന് ശേഷം അത് പറ്റിയില്ല, മുമ്പ് അത് നടത്തുകയും ചെയ്തില്ല. സോ ആ ഒരു ഗെയിം മാനേജ്മെൻറ്റ് സൈഡ് ഇപ്പോഴും ഒരു കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നില്ല, എന്തുകൊണ്ട് എൻട്രിക്കിനെ, അതുപോലെ അർദ ഗ്യൂളറെ, ബ്രാഹിം ഡിയാസിനെ കൂടുതൽ ബ്രാഹിം ഡിയാസിനെ കുറേ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അർദൻ്റെ കാര്യമൊക്കെ കുറേ കൂടി അവർ എന്തുകൊണ്ട് ഒഫൻസീവ് സൈഡിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിലനിൽക്കുന്നുണ്ട്. കാർലോ അങ്ങനത്തെ ചോദ്യങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ കാർലോ അങ്ങനെയാണ്. കാർലോ തനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ പ്രിഫർ ചെയ്യാനാണ് എപ്പോഴും താല്പര്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.